അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് എവരി വൺ. നമ്മുടെ മാജിക്കൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് എനിക്ക് കഴിഞ്ഞില്ല, എൻ്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? എൻ്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റ് അതുപോലെ തന്നെ കഴിഞ്ഞില്ല എന്നതിനുള്ള ഓക്സിലറി കുഡ് എന്നതിൻ്റെ കൂടെ നോട്ട് ചേർത്ത് അതിനെ ചുരുക്കി നമുക്ക് കുഡിൻറ്റ് ഉപയോഗിക്കാം. അതാണ് ചേർക്കേണ്ടത്. ഒരു കാര്യം കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മധ്യത്തിൽ ഉപയോഗിക്കേണ്ടത് കുഡിൻറ്റ് എന്ന ഓക്സിലറി വിത്ത് നോട്ട് ചേർത്ത ആ ഒരു ചുരുക്കിയ രൂപത്തെയാണ്. അതിനുശേഷം നമുക്ക് വെർബ് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ള അർത്ഥം കിട്ടും. മൈ ടീം കുഡിൻ പ്ലേ വെൽ. എൻ്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ എൻ്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ മൈ ടീം കുഡിൻ പ്ലേ വെൽ. ഇന്നലെ എൻ്റെ ടീമിന് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചൊരു വാക്കാണ്. ഇന്നലെ എനിക്ക് ക്ലാസ്സിൽ വരാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ ഐ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ഉപയോഗിച്ചു. ഐ എന്നോ വി എന്നോ ഷീ എന്നോ ദേ, അതുപോലെ തന്നെ ഒരു പേര് യൂസുഫ്, ഇബ്രാഹിം, ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം സബ്ജക്റ്റായിട്ട്. അതിനുശേഷം കുഡിൻറ്റ് എന്നുള്ള ആ ഒരു ഓക്സിലറിയാണ് നമ്മൾ മധ്യത്തിൽ ചേർക്കേണ്ടത്. മൂന്നാമത് വെർബ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ വേർഡ് ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് കുഡിൻ പ്ലസ് വെർബ് എന്നുള്ളതാണ്. ആ ഒരു ഓർഡർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഈ തരത്തിലുള്ള അർത്ഥം കിട്ടും. ഇന്നലെ അവൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? യെസ്റ്റർഡേ ഷീ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ്. ഇന്നലെ അവന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ ഹീ കുഡിൻ അറ്റൻഡ് ദ ക്ലാസ്. അവന് ഇന്നലെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. യെസ്റ്റർഡേ ഹീ കുഡിൻ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്, ദാറ്റ് മീറ്റിംഗ് ആ മീറ്റിംഗ് എന്നാണ്. അപ്പോൾ യെസ്റ്റർഡേ ഹീ കുഡിൻ അറ്റൻഡ് ദാറ്റ് മീറ്റിംഗ്. ഇന്നലെ അവന് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞില്ല എന്നതിന് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രയോഗം എന്ന് പറയുന്നത് കുഡിൻറ്റ് എന്നുള്ളതിനെ മധ്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ദേ കുഡിൻ ടീച്ച് ഹിം. ദേ കുഡിൻ ടീച്ച് ഹിം. അവർക്ക് അവനെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇൻ പാസ്റ്റ് 5 years ഐ കുഡിൻ സീ ഹിം. കഴിഞ്ഞ 5 വർഷമായി എനിക്ക് അവനെ കാണാൻ കഴിഞ്ഞില്ല. ബ്രദേഴ്സ് കുഡിൻ സ്പീക്ക്. സഹോദരങ്ങൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. സിസ്റ്റേഴ്സ് കുഡിൻറ്റ് ടെൽ. സഹോദരിമാർക്ക് പറയാൻ കഴിഞ്ഞില്ല. ഈ രൂപത്തിൽ നമുക്ക് ഈ വാചകങ്ങളെ ഏതും പറയാവുന്നതാണ്. മൈ സ്റ്റുഡൻറ്റ് കുഡിൻറ്റ് പ്ലേ വെൽ. എൻ്റെ വിദ്യാർത്ഥികൾക്ക് നന്നായി കളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾക്കൊരു കാര്യം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പാസ്റ്റിലുണ്ടായ മുമ്പുണ്ടായ കഴിവില്ലായ്മയെ സൂചിപ്പിക്കാൻ, പാസ്റ്റിലെ ഡിസബിലിറ്റിയെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ കുഡിൻറ്റ് എന്ന ഈ പ്രയോഗത്തെ ഉപയോഗിക്കേണ്ടത്. മറ്റു കുറച്ച് ഏതാനും ഉദാഹരണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസ് ഇങ്ങനെ തുടങ്ങാം. സിസ്റ്റേഴ്സ് കുഡിൻ ടീച്ച്. സഹോദരിമാർക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഫാദേഴ്സ് കുഡിൻ അറ്റൻഡ്. പിതാക്കൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. യുവർ ഫാദർ കുഡിൻ ബ്രിങ് ദാറ്റ്. നിൻ്റെ പിതാവിന് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. യുവർ ഫാദർ കുഡിൻ ബ്രിങ് ദാറ്റ് ബുക്ക്. നിൻ്റെ പിതാവിന് ആ ബുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എൻ്റെ വിദ്യാർത്ഥിക്ക് അവൻ്റെ ബുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? മൈ സ്റ്റുഡൻറ്റ് കുഡിൻ ബ്രിങ് ഹിസ് ബുക്ക്. എൻ്റെ വിദ്യാർത്ഥിക്ക് അവൻ്റെ പുസ്തകം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടിക്ക് അവളുടെ ബാഗ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ആ പെൺകുട്ടി എന്നതിന് ദാറ്റ് ഗേൾ എന്ന് പറയാം. ദാറ്റ് ഗേൾ കുഡിൻ ബ്രിങ് ഹെർ ബാഗ്. ആ പെൺകുട്ടിക്ക് അവളുടെ ബാഗ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇത്തരത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കാം. നേരത്തെ അവളുടെ എന്നതിന് ഹെർ എന്ന് പഠിച്ചിട്ടുണ്ട്. അവൻ്റെ എന്നതിന് ഹിസ് എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ആവശ്യാനുസരണം നമ്മുടെ മനസ്സിൽ നാവിൻ തുമ്പത്ത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വാചകങ്ങളെ, ആ വാക്കുകളെ അതിൻ്റെ അർത്ഥത്തോടുകൂടെ പല തവണ
പറഞ്ഞുകൊണ്ട് പരിശീലിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആവശ്യാനുസരണം നമ്മുടെ നാവിൻ തുമ്പത്ത് വരികയുള്ളൂ. അതുകൊണ്ട് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുക. അത് കിട്ടുന്ന ആളുകളാണെങ്കിൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സമയത്ത് അത് ആവശ്യാനുസരണം കിട്ടുന്നില്ല എങ്കിൽ അത്തരം വേർഡുകൾ അതിൻ്റെ അർത്ഥസഹിതം പലതവണ ഉരുവിട്ടുകൊണ്ട് ചൊല്ലിപ്പഠിച്ചുകൊണ്ട് നമുക്കതിനെ നമ്മുടെ നാവിൻ തുമ്പത്ത് എപ്പോഴും കിട്ടുന്ന രൂപത്തിലാക്കി മാറ്റാൻ സാധ്യമാവും. അതുകൊണ്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ ആവശ്യാനുസരണമുള്ള വാചകങ്ങളെ ദീർഘിപ്പിക്കാൻ നമുക്ക് വാക്കുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ മറ്റൊരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, അവരുടെ ബുക്ക് അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥ സെൻറ്റൻസ്. ലാസ്റ്റ് അവരുടെ ബുക്ക് ഉണ്ട് ചേർക്കാൻ നമുക്ക് ലാസ്റ്റ് എന്ന് മാത്രം. അപ്പോൾ അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, എങ്ങനെ പറയും? ദേ കുഡിൻ ബ്രിങ്, അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ദെയർ ബുക്ക്, അവരുടെ ബുക്ക്. ദെയർ ബുക്സ് എന്നാണെങ്കിൽ ഒരു എസ് അവിടെ ചേർത്ത് കൊടുത്താൽ ബഹുവചനമാവും, അവരുടെ ബുക്കുകൾ എന്നാവും. അപ്പോൾ അവർക്ക് അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ദേ കുഡിൻ ബ്രിങ് ദെയർ ബുക്സ്, അവർക്ക് അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ബാഗുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിലോ ദേ കുഡിൻ ബ്രിങ് ദെയർ ബാഗ്സ്, അവർക്ക് അവരുടെ ബാഗുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ കുടകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണെങ്കിലോ ദേ കുഡിൻ ബ്രിങ് ദെയർ അംബ്രല്ലാസ്, അവർക്ക് അവരുടെ കുടകൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് കഴിഞ്ഞില്ല എന്ന് പറയാൻ കുഡിൻ എന്നതിനെ മധ്യത്തിൽ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ വാക്യം. അതിൻ്റെ സെൻറ്റൻസിനെ അതിനെ രൂപീകരിക്കേണ്ടത് ഈ ക്രമത്തിലാണ്. വാക്യഘടന ഇങ്ങനെയാണ്: സബ്ജക്റ്റ് പ്ലസ് കുഡിൻ പ്ലസ് വെർബ് എന്നുള്ള ക്രമമാണ്. അതുകൊണ്ട് ഈ പാഠത്തെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നല്ലവണ്ണം ശീലമാക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായത്തെ അറിയിക്കാൻ മറക്കാതിരിക്കുക. അസ്സലാമു അലൈക്കും.